ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ദേ ഇന്ന് നല്ല അടിപൊളി ബീഫ് വരട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ചൂടാക്കുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കണത് ഇത്താത്തേന് കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിരുന്നു ബാബുട്ടിയാക്ക് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ആ ബീഫാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ഇത്താത്തയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് അതിലേക്ക് വേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സവാളയും കൂടി ഇട്ടിട്ട് സവാളയും പിന്നെ ഒരു പച്ചമുളകേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു പച്ചമുളക് മാത്രം എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സവാള വഴറ്റുമ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അതൊന്നും പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മളെപ്പോഴും ചെയ്യണ കാര്യമാണല്ലോ സവാള വഴറ്റുമ്പോൾ ഉപ്പിടുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് റെഡി ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും അതേപോലെ തന്നെ ശരിക്കും മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്തത് നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ മീറ്റ് മസാലയാണ്. അതിന് ശേഷം മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും, അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും, അതിന് ശേഷം പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മസാലകളൊക്കെ നമ്മളിങ്ങനെ മീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുമല്ലോ, അതുപോലെ എല്ലാ മസാലകളും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഈ ഒരു മസാലയുടെ മണമൊക്കെ, അതായത് ആ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഒന്ന് ചൂടാക്കി ചേർത്താൽ നല്ലതാണ്. ഞങ്ങൾ ചൂടാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ബീഫൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അതെല്ലാം ഒന്ന് ബ്ലെൻഡായി ചൂടായതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണം, കാരണം ടേസ്റ്റ് പച്ചവെള്ളം ആഡ് ചെയ്താൽ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്, ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, കമൻസ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഡെയിലി വ്ളോഗ്സൊക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ.